എന്തേ നബി തങ്ങളെ മറന്നു പോകുന്നത്? ലൗ അന്ന സമാവാതി സബ്അ വൽ അർദീൻ, 7 ആകാശവും 7 ഭൂമികളും കഫത്തിൽ മീമുഖം ഒരു നോടത്തി സബാസ്നുവോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മറ്റൊരു തുനാസിലും അങ്ങ് വെച്ചാൽ ലഫഖലത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 7 ആകാശവും ഭൂമികളും അതിലെ മുഴുവൻ വസ്തുക്കളും ഒരു തുലാസിലും കലിമത്തു തൗഹീദ് മറ്റൊരു തുലാസിലും അങ്ങ് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ കവച്ചു വെക്കാൻ ഈ ലോകത്തൊന്നുമില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചത് കൊണ്ട് മാത്രം എന്റെ അനുജന്മാരെ, ഈ മലയാള മണ്ണിൽ പോകട്ടെ, ലോകത്ത് ഏതെങ്കിലും ഒരു മുക്കിൽ ഒരു മനുഷ്യന് ഇസ്ലാമിന്റെ മെമ്പറാകാൻ കഴിയുമോ? ഈമാനിന്റെ വെളിച്ചം കിട്ടാൻ സാധിക്കുമോ? ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കുമോ? ഹത്താ തശ്ഹദ വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് മനസ്സിൽ ഉറപ്പിച്ച നാവ് കൊണ്ട് വെളിവാക്കി പറയാതെ ഒരാൾക്കും ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കിട്ടുകയില്ല. ഖാല റസൂലുള്ളാഹി. മാഷാ അല്ലാഹ്. 7 ആകാശവും 7 ഭൂമികളും അതിലെ മുഴുവൻ വസ്തുക്കളും എല്ലാം ഒരു ഭാഗത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കലിമ മറ്റൊരു ഭാഗത്തും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമക്ക് അപ്പുറത്തൊന്നുമില്ല. അത് ചൊല്ലിയത് കൊണ്ട് മാത്രം ആർക്കും ഇസ്ലാമിന്റെ മെമ്പറാകാൻ കഴിയില്ല. അവിടെ പറഞ്ഞേ പറ്റൂ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ലോകത്തൊരാൾക്കൊരു വിഷയം ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയില്ല എങ്കിൽ മാത്രമല്ല വജ്ജഹ്തു വജ്ഹിയല്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, വജ്ജഹ്തു വജ്ഹിയല്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച അല്ലാഹുവിലേക്ക് ഞാൻ എന്റെ ശരീരത്തെ തിരിക്കുന്നു. 5 വഖ്ത് നിസ്കാരത്തിൽ ഉസ്താദുമാരും തങ്ങന്മാരും ഹാജിമാരും അല്ലാത്തവരും എല്ലാവരും പറയുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ അനുജന്മാരെ? ഞാൻ എന്റെ ശരീരത്തെ തിരിക്കുന്ന വജ്ജഹ്തു വജ്ഹിയല്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. തീർച്ചയായും എന്റെ നിസ്കാരം പോകട്ടെ, എന്റെ മറ്റു ഇബാദത്തുകളും വമഹ്യായ വമമാതി എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാരാണ് മുസ്ലിമീങ്ങളെ പറയാത്തത്? എല്ലാവരും ഉറപ്പിച്ചു പറയുന്നു ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ എല്ലാം നിനക്കാകുന്നു. ആ 5 വഖ്ത് ഫർള് നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ഇത് പറയൽ നിർബന്ധമാണ്. റസൂലുള്ളാഹിനെ പറഞ്ഞേ പറ്റൂ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ഇത് പറയൽ നിർബന്ധമാണ്. നേരെ മറിച്ച് റസൂലുള്ളാഹി അല്ലാത്ത ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ച് അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് അസ്സലാമു അലൈക എന്ന് പറഞ്ഞില്ലെങ്കിൽ ആ നിസ്കാരം ബാത്തിലാണ്. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. ചൊല്ലു നാട്ടുകാരെ, മുഹമ്മദ് മുസ്തഫ
നോക്കൂ നിങ്ങൾ, അസ്സലാമു അലൈക എന്ന് റസൂലുള്ളാഹിനെ പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. നബിത്തങ്ങളല്ലാത്തൊരാളെ കുറിച്ച് അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. നമ്മുടെ ബാപ്പാനെ കുറിച്ച് അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും. ഖിതാബിടരുത്, അല്ലാഹു അല്ലാത്ത റസൂലുള്ളാഹിക്ക് വേണ്ടി ഖിതാബിടാൻ മറ്റൊരാൾക്ക് ഖിതാബിട്ട് പോകരുത്. നമ്മുടെ വലിയുപ്പാക്ക് വേണ്ടി അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ ആ നിസ്കാരം ബാത്തിലാണ്. നേരെ മറിച്ച് നമ്മുടെ ഉപ്പ ഉമ്മ അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാണ്. നേരെ മറിച്ച് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്കെ ചൊല്ലി, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓർക്കൊന്നും വന്നിട്ടില്ലല്ല, തങ്ങളാപ്പ വരും, അത് വരെയുള്ള പ്രസംഗം. ആള് ചെറുപ്പക്കാരാണ്, നല്ലൊരു മുവഫക്കായ തങ്ങൾ അവിടെ വരുന്നത്, നമുക്ക് ദുആ ചെയ്യാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ആവേശത്തോടെ ഇരുന്നോളൂ. ഇവരെന്നോട് പറഞ്ഞിട്ടുള്ളത് 9:30 എന്റെ ബാല് നിർത്തണമെന്നാ. ഞാൻ 9:29 നിർത്തും. അപ്പൊ ബാക്കിയുള്ളവർ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. അപ്പൊ 9:29 ഞാൻ നിർത്തും. ഞാൻ ബുദ്ധിമുട്ടിക്കൂല. ഈമാനുള്ള എന്റെ നല്ലവരായ സഹോദരങ്ങളെ, നബിസൽ ലോകത്തിന്റെ നേതാവി മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്കെ ചൊല്ലി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളെ അസ്സലാമു അലൈക എന്ന് പറഞ്ഞില്ല എങ്കിൽ ഈ മനുഷ്യന്റെ നിസ്കാരം ബാത്തിലാകും. നബി തങ്ങളല്ലാത്ത ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ച് അസ്സലാമു അലൈക എന്ന് പറഞ്ഞാലും ആ നിസ്കാരം ബാത്തിലാകും. എന്തൊരു കടുപ്പമാണ് നാട്ടുകാരെ! നോക്കൂ, മഹാന്മാരായ ഫുഖഹാ പഠിപ്പിക്കുന്നത് ഒരു ദിവസം 1000 റക്അത്തുകൾ നിസ്കരിക്കുന്ന വലിയ തൗഫീഖ് ലഭിച്ച മഹാന്മാരായ ഫുഖഹാ പറയുന്നു, ഫർള് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ റസൂലുള്ളാഹി വിളിച്ചാൽ, ഒരു സ്വഹാബിയതാ ഫർള് നിസ്കരിക്കുന്നു, ഒരു മുസ്ലിമതാ ഫർള് നിസ്കരിക്കുന്നു, ആ മനുഷ്യനെ നബി തങ്ങൾ വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. ആ സമയത്ത് ഉത്തരം വിളിക്ക്, നബി തങ്ങളുടെ വിളിക്ക് ഉത്തരം കൊടുത്ത് 3 ചരണമുണ്ടായാലും ഖിബ്ല തെറ്റിയാലും നിസ്കാരം ബാത്തിലാവില്ല. റസൂലുള്ളാഹി വിളിച്ച ഉത്തരം കൊടുക്കണം. നബി തങ്ങളുടെ അരികിലേക്ക് നടന്നുപോയാൽ നിസ്കാരം ബാത്തിലാവില്ല. 3 ചരണമുണ്ടായാൽ നിസ്കാരം ബാത്തിലാവില്ല. നേരെ മറിച്ച് നമ്മുടെ ഉമ്മ വിളിച്ചാൽ 10 മാസം നൊന്ത് പ്രസവിച്ച നമ്മുടെ സാധുവായ ഉമ്മ, നമ്മ പൊന്നുപോലെ വളർത്തിയ നമ്മുടെ പാവപ്പെട്ട ഉപ്പ, ആ ഉപ്പ വിളിച്ചാൽ ഫർള് നിസ്കരിക്കുന്ന മകൻ ഉത്തരം കൊടുക്കാൻ പാടില്ല. ഉത്തരം കൊടുക്കണമെന്ന ചർച്ച അത് സുന്നത്ത് നിസ്കാരത്തിലാണ്. നേരെ മറിച്ച് ഫർള് നിസ്കരിക്കുന്ന മകന് ഉമ്മ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്, ബാപ്പ വിളിച്ചാലും ഉത്തരം കൊടുക്കരുത്. റസൂലുള്ളാഹി വിളിച്ചാലോ ഉത്തരം കൊടുക്കൽ സുന്നത്ത് എന്നല്ല, നിർബന്ധമാണ്. ഉത്തരം കൊടുത്തേ പറ്റൂ. മാത്രമല്ല, നബി തങ്ങളെ കുറിച്ച് അസ്സലാമു അലൈക എന്ന് പറഞ്ഞില്ല എങ്കിൽ നിസ്കാരം ബാത്തിലാകും. റസൂലുള്ളാഹി അല്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ച് അസ്സലാമു അലൈക എന്ന് പറഞ്ഞാലോ ആ നിസ്കാരം ബാത്തിലാണ്. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഈ ഉപ്പാപ്പാരെ ഹൃദയത്തിൽ ഇറക്കി വെക്കണ്ടേ നാട്ടുകാരെ? നമ്മുടെ ഉമ്മ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്, റസൂലുള്ളാഹി വിളിച്ചാൽ ഉത്തരം കൊടുത്തോളണം. അന്ത ഉമ്മുൽ അംആദു മറഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറുൻ നബി. ഉമ്മയാണോ ബാപ്പയാണോ എന്ന് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ചോദിക്കുന്നത് വെറുതെയല്ല, അതൊരു വല്ലാത്ത ചോദ്യമാണ്. നമ്മുടെ ഉമ്മ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്, റസൂലുള്ളാഹി വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. അസ്സലാമു അലൈക നബി തങ്ങളെ കുറിച്ച് പറഞ്ഞേ പറ്റൂ, മഹാന്മാര് വിവരിക്കുന്നുവെങ്കിൽ. ഓ എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മാക്കൊന്നും പവറില്ലാത്തത് കൊണ്ടല്ല ആ പറഞ്ഞത്. നോക്കൂ, നിങ്ങളൊരു സംഭവം നിങ്ങളുടെ മുന്നിൽ, നമ്മുടെ ആ വിഷയത്തിന്റെ കനമൊന്ന് തിരിയാൻ വേണ്ടി ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നു. ഒരു ചെറിയ വിഷയം നിങ്ങളുടെ മനസ്സിലൊന്ന് പതിയാൻ വേണ്ടി
മഹാന്മാരായ ഈ നാട്ടിൽ ഹജ്ജിന് പോയ പല ആളുകളുമുണ്ട്, ധാരാളം ഓരോ വർഷവും പോകുന്നവരുമുണ്ട്. എന്റെ ഉമ്മമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, സാധുവായ പാവപ്പെട്ട ഉമ്മയെ 60 ദിവസത്തോളം അറഫ, മിന, മുസ്ദലിഫ മുഴുവൻ സ്ഥലങ്ങളൂടെയും ഏറ്റു നടന്ന് ഒരു ഹജ്ജ് ചെയ്യിപ്പിച്ച കുട്ടിയുടെ കഥ പഴയ ഉസ്താദുമാര് പറയുന്നത് കാണാം. പഴയ ഉസ്താദുമാര് മിനയിൽ വെച്ചുകൊണ്ട് ഹാജിമാർക്ക് വിരിച്ചു കൊടുക്കാറുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ അഭിമന്യരായ ഉസ്താദുമാർ ഉമ്മാനെ ഏറ്റിക്കൊണ്ട് ഹജ്ജ് ചെയ്ത കഥകൾ കുട്ടികളെ കുറിച്ച് പറയാറുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഉമ്മാക്ക് ഉപ്പാക്ക് പവറില്ലാത്തത് കൊണ്ടല്ല ഈ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുതെന്ന് പറഞ്ഞത്. സാധുവായൊരു കുഞ്ഞ് പെറ്റ ഉമ്മ, പ്രായം ചെന്ന ഉമ്മ, ആ ഉമ്മയെ കേട്ടോളി എന്റെ വാത് കേൾക്കുന്ന പെങ്ങളെ. പാവപ്പെട്ട ഉമ്മയെ ചുമന്നിട്ട് സാധുവായ ഉമ്മയെ ചുമരിലേറ്റിക്കൊണ്ട് ആ സാധുവായ കുഞ്ഞ് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നു. നേരെ മത്താഫിലെത്തി 3-3.5 മണിക്കൂർ. പഴയ കാലത്തുള്ള ഉസ്താദുമാർ ഒരു കുട്ടിയുടെ ഹജ്ജ് യാത്ര വിവരിക്കുന്നുവെങ്കിൽ ഞാനിവിടെ മിനിറ്റുകളെ കൊണ്ട് ഒതുക്കുകയാണ്. കണ്ടോ, ആ കുട്ടി ഏറ്റിക്കൊണ്ടുപോയി പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്തെത്തി. പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത്. എന്നിട്ടോ ആ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് പൊന്നുമ്മയെ വീണ്ടും ചുമലിലേറ്റി ഉമ്മയെയും ചുമന്നുകൊണ്ട് തവാഫ് അങ്ങനെ ചെയ്യുന്ന കഅബാലയത്തിന്റെ പരിസരത്ത്. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സ്വഫാ കുന്നിൻ മുകളിലേക്ക് പെറ്റ ഉമ്മയെ ചുമന്നിട്ടതാ കുഞ്ഞു പോകുന്നു. എന്റെ അനുജന്മാരെ, 10-30ഓളം വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ്. ഉമ്മാനെ ചുമരിലേറ്റിക്കൊണ്ട് സ്വഫാ കുന്നിൽ പോയി. സ്വഫയിൽ നിന്ന് മറുവ വരെ, മറുവയിൽ നിന്ന് സ്വഫ വരെ, വീണ്ടും സ്വഫയിൽ നിന്ന് മറുവ വരെ പെറ്റുമ്മയെ, സാധുവായ പാവപ്പെട്ട ഉമ്മയെ ചുമന്നിട്ട് സഈ ചെയ്യിക്കുന്ന ഉമ്മയെ ഞാൻ ആ ഭാഗം മാറ്റിവെക്കുന്നു. നേരെ അറഫാ ദിവസത്തിലേക്ക് കിടക്കാം. വിശുദ്ധമായ അറഫാ ദിനം ദുൽഹിജ്ജ 9 പിറക്കുന്നു. പൊന്നു ഉമ്മയെ മത്താഫിന്റെ അരികിലേക്ക് കൊണ്ടുപോയി കഅബാലയത്തിന്റെ കല്ല് പിടിപ്പിച്ചുകൊണ്ട്, ഉമ്മാ ഇന്ന് അറഫയിലേക്ക് പോകുന്നു, ഒന്ന് ദുആ ചെയ്യണേ ഉമ്മാ. ഉമ്മാ, എനിക്കാരുമില്ലല്ലോ, എന്റെ പൊന്നുമ്മയല്ലേ എനിക്കുള്ളത്, ഒന്ന് ദുആ ചെയ്യണം. ആ ഉമ്മയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് നേരെ പോകുന്നു അറഫാ മണ്ണിലേക്ക്. പാൽക്കടല് പോലെ വിശാലമായി കിടക്കുന്ന അറഫാ മണ്ണിലേക്ക് നടക്കുന്നു. നാട്ടുകാരെ, പല ആളുകളും ലക്ഷക്കണക്കായ ആളുകൾ, 10,000 വരുന്ന ആളുകൾ നടത്തത്തിലൂടെയും വാഹനത്തിലൂടെയുമായി കാണുകയാണ്. ഒരു ഉമ്മയെ ചുമന്ന് അറഫയിലേക്ക് 14-15 കിലോമീറ്റർ ഉമ്മാനെ ചുമന്ന് നടക്കുന്ന കാഴ്ച. ഉമ്മ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഖുലി ഉമ്മ, ഉമ്മ ചൊല്ലണം ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. തൽബിയത്ത് അങ്ങനെ ചെല്ലാൻ പറയും. ഈ കുട്ടി അറഫയിലേക്ക് ഉമ്മാനെ ഏറ്റിക്കൊണ്ട് നടക്കുന്നു. ഉമ്മ തൽബിയത്ത് ചൊല്ലാൻ, പക്ഷേ ഉമ്മ ചെല്ലുന്നില്ല. വീണ്ടും ആ ഉമ്മക്ക് മോൻ പറയുന്നു, ഉമ്മയുടെ മുഖത്ത് നോക്കി, ഉമ്മ ഖുലി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, തൽബിയത്ത് ചൊല്ലു ഉമ്മ. നാട്ടുകാരെ, ആ ഉമ്മ അല്ലാഹുമ്മ ഗ്ഫിർ ലി ബിനി, പടച്ചവനെ എന്റെ പൊന്നുമോൻക്ക് നീ പുറത്തു കൊടുക്കണം. അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, എന്റെ കുട്ടിക്ക് നീ സ്വർഗം കൊടുക്കണം. എന്റെ പൊന്നുമോൻ നീട്ടുന്ന കരങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അറഫയിലേക്ക് ഉമ്മയെ ഏറ്റിക്കൊണ്ടുപോകുമ്പോ തൽബിയത്ത് ചൊല്ലാൻ പറഞ്ഞു. ആ സമയത്ത് പാവപ്പെട്ട ഉമ്മ തൽബിയത്തിന് പകരം ഈ മകന് ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഉമ്മ തൽബിയത്ത് ചൊല്ലുന്നില്ല. ചൊല്ലാൻ പറഞ്ഞാൽ മകന് ദുആ ചെയ്യുന്നു. നേരെ അറഫയിലെത്തി. നാട്ടുകാരെ, അറഫാ മണ്ണിൽ പൊന്നുമ്മയെ ഇറക്കി വെച്ചു.
ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ നേരെ ഖിബലയിലേക്ക് തിരിഞ്ഞിരുന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്ഹു അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്ഹു എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, എന്റെ ബാപ്പയുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ, എന്റെ ഉപ്പാനെ നീ ശിക്ഷിക്കല്ല റഹ്മാൻ, എന്റെ ഉപ്പ പാവമാൻ, ഖബറിൽ കിടക്കുന്ന എന്റെ ഉപ്പാന് ആ ഖബർ ഇടുക്കുന്നതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നാട്ടുകാരെ ഉമ്മ ഇറക്കി വെച്ചുകൊണ്ട് ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മകനെ കണ്ടപ്പോ ബക്കത്ത് ബുകാഅം മദീദാ, ഈ ഉമ്മയങ്ങ് കരഞ്ഞു. ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോ എന്റെ അനുജന്മാരെ ഉമ്മ കരയുന്നു. ആ കുട്ടി ഉമ്മയുടെ കണ്ണീര് വടിച്ചു കൊടുത്ത് ഉമ്മാ ഞാൻ എന്റെ ഉപ്പാക്ക് ദുആ ചെയ്തതിന് എന്റെ ഉമ്മാക്ക് വല്ല വിഷമമായോ? എന്റെ ഉപ്പ പാവമാണല്ലോ, എന്റെ ഉപ്പയെ ഏറ്റിക്കൊണ്ടുവന്ന് അറഫയിലെത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല, ഉമ്മാനെ ഞാൻ അറഫയിലെത്തിച്ചല്ലോ, ഇനി ഉമ്മാക്ക് തന്നെ ദുആ ചെയ്യാമല്ലോ. രാജാതിരാജനായ റബ്ബിലേക്ക് കൈനീട്ടിക്കൊണ്ട് ഉമ്മാക്ക് ദുആ ചെയ്തുകൂടെ? ഞാനിവിടെ ദുആ ചെയ്തത്, ഞാൻ എന്റെ ഉപ്പാക്ക് ദുആ ചെയ്തത് ഉമ്മാ എന്റെ ബാപ്പ ഇത്ര പെട്ടെന്ന് മരിക്കുമെന്നോർത്തില്ല, എന്റെ ഉപ്പാനെ അറഫയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല, ഞാൻ അറഫയിലെത്തിയ ഉടനെ എന്റെ ബാപ്പാക്ക് ദുആ ചെയ്തതിൽ അങ്ങേക്ക് വല്ല വിഷമമായോ? നോക്കു നാട്ടുകാരെ, ആ സമയത്ത് സാധുവായ ഉമ്മ യാ ബുനയ്യ യാ ബുനയ്യ യാ ബുനയ്യ യാ ബുനയ്യ അവിടുന്ന് വിവരിക്കുന്നു. സാധുവായ പാവപ്പെട്ട ഉമ്മ ചോദിക്കുന്നു, മോനെ നീ നിന്റെ ഉപ്പാക്ക് ദുആ ചെയ്തതിന് ഒരു വിഷമം കൊണ്ട് കരഞ്ഞതല്ല. കരടെ അറഫ മണ്ണിൽ വന്ന് നിന്റെ ഉപ്പാക്ക് ആദ്യമായി കൈനീട്ടി ദുആ ചെയ്തപ്പോ നിന്റെ ഉപ്പ വലിയൊരു കല്ല് ചുമന്ന് നടക്കുന്നത് ഞാൻ കണ്ടു, വലിയൊരു കല്ല് ചുമന്ന് പോകുന്ന കാഴ്ച ഞാൻ കണ്ടു. ആ ബാപ്പയുടെ മുഖമങ്ങ് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞതാണ് മോനെ. അന്ന് നീ എന്റെ വയറ്റിലാണോ? 7 മാസം തികഞ്ഞിട്ടുണ്ട് നീ എന്റെ വയറ്റിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ ഉപ്പാക്ക് ഞാൻ ഭക്ഷണവുമായി പോയി, നിന്റെ ബാപ്പാക്ക് ഞാൻ ഭക്ഷണവുമായി പോയി. ആ സമയത്ത് നിന്റെ ഉപ്പാക്ക് ഭക്ഷണവുമായി ചെന്നപ്പോൾ നിന്റെ ഉപ്പ ഭാരമുള്ള കല്ല് ചുമക്കുന്നു. നിന്റെ ഉപ്പാക്ക് പൊക്കിയിട്ടും പൊങ്ങുന്നില്ല. ഞാൻ ഭക്ഷണപാത്രം ഒരു ഭാഗത്ത് വെച്ചു. ഒരേ ഞാൻ ഓടിച്ചെന്ന് നിന്റെ ബാപ്പ പൊക്കുന്ന കല്ല് ഒന്ന് സഹായിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനും എന്റെ കൈയൊന്ന് വെച്ചു കൊടുത്തപ്പോ മോനെ നിന്റെ ബാപ്പ പറഞ്ഞത് മാറിയിരിക്കടി, അങ്ങ് വിട്ടിരിക്ക് പെണ്ണേ, എന്റെ ചോരക്കുഞ്ഞിനെയും ചുമന്നിട്ടല്ലോ നീ നടക്കുന്നത്. മോനെ നീ എന്റെ വയറ്റിലുള്ളപ്പോഴാണ് നിന്റെ ഉപ്പാനെ സഹായിക്കാൻ പോയപ്പോ ആ കല്ല് തൊടാൻ സമ്മതിച്ചില്ല. മോനെ നിന്റെ ഉപ്പ നീ എന്റെ വയറ്റിലുള്ളത് കൊണ്ട് എന്നെ തൊടാൻ സമ്മതിച്ചില്ല, ഞാൻ വിട്ടിരുന്നു. എന്നിട്ട് നിന്റെ ഉപ്പ കഷ്ടപ്പെട്ട് ആ കല്ല് മെല്ലെ പൊക്കിയിട്ട് നിന്റെ ബാപ്പങ്ങ് പോയി. ആ കല്ല് ചുമന്നിട്ടാണ് മോനെ നിന്നെയും എന്നെയും നിന്റെ ബാപ്പ വളർത്തിയത്. നീ അറഫ മണ്ണിൽ വന്ന് ആദ്യമായി ഉപ്പാക്ക് ദുആ ചെയ്യുന്നത് കണ്ടപ്പോ, നീ ആദ്യമായി ഉപ്പാക്ക് ദുആ ചെയ്യുന്നത് കണ്ടപ്പോൾ കരളെ സന്തോഷം കൊണ്ട് കരഞ്ഞതാണ്. ഈ ഉമ്മയെ നീ മറന്നാലും നിന്റെ ബാപ്പയെ ഒരു കാലത്തും മറക്കരുത്. നിന്റെ ഉപ്പ എത്രയാ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളത്. നിന്റെ ഉപ്പ എനിക്കും നിനക്കും വേണ്ടി കഷ്ടപ്പെട്ടത് കുറച്ചൊന്നുമല്ല മോനെ അബ്ദുല്ലാ. എന്നെ നീ മറന്നോ? ജീവിതത്തിൽ നിന്റെ ബാപ്പാരെ മറക്കരുത്. ഉമ്മമാരെ, 7ഓളം ബാപ്പയെ കുറിച്ച് 7 സംഭവങ്ങൾ അറഫാ മണ്ണിൽ വെച്ച് മകന് ഉമ്മ വിവരിച്ചു കൊടുക്കുന്നു. എങ്ങനെയാ കുട്ടികൾ പിന്നെ ബാപ്പയെ മറക്കുക? അറഫാ മണ്ണിൽ വെച്ചത് വിവരിക്കാൻ നമ്മുടെ സമയം പാളിപ്പോകും, നമ്മുടെ സമയം തെറ്റിപ്പോകും.
ഒരു ഉമ്മ അറഫാ മണ്ണിൽ വെച്ച് മോനെ നിന്റെ ഉപ്പ ആരാൻ, നിന്റെ ഉപ്പ ആരാൻ, 7 സംഭവങ്ങളാണ് ബാപ്പയെ കുറിച്ച് പറയുന്നത്. എന്താണ് കുട്ടിയുടെ കരച്ചിലും ദുആയും ഉപ്പാക്ക് വേണ്ടിയുള്ള ദുആ. ഉമ്മമാരെ ഇടക്കിടക്ക് മക്കളെ വിവരിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഉപ്പാനെ കുറിച്ച്. നമ്മുടെ ബാപ്പയുടെ കഷ്ടപ്പാടുകൾ ഉമ്മാ നിങ്ങൾ വിവരിച്ചു കൊടുത്താൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗം മാറ്റിവെക്കുന്നു. അറഫാ മണ്ണിൽ നിന്ന് വീണ്ടും ഉമ്മയെ ചുമന്ന് മുസ്ദലിഫ തൊട്ട് മിന തൊട്ട് എല്ലാ ഭാഗത്തേക്കും 60 ദിവസത്തോളം പാവപ്പെട്ട ഉമ്മയെ ചുമന്ന് നടക്കുന്നു. വിടവാങ്ങൽ തവാഫ് നടത്തുന്നതും ഉമ്മാനെ ഏറ്റിക്കൊണ്ട് തന്നെയാണ്. നാട്ടുകാരെ, വിടവാങ്ങൽ തവാഫ് സാധുവായ ഉമ്മയെ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് പൊന്നുമ്മയെ ഇബ്രാഹിം മഖാമിന്റെ ചാരത്തി ഇറക്കി വെച്ച് ആ കുട്ടിക്കെല്ല പിടിച്ച് ദുആ ചെയ്യുമ്പോൾ യാ ബുനയ്യ യാ ബുനയ്യ യാ ബുനയ്യ, ആ കുട്ടിയെ വിളിക്കുന്ന ഒരേ മത്താഫിലുള്ള മഹത്തുക്കൾ. മൻ ആരം മൻ ഹിയ, ആരാണ് ആ ഉമ്മ? ഹിയ ഉമ്മി ഹിയ ഉമ്മി ഹിയ ഉമ്മി. തങ്ങളെ, അത് എന്റെ ഉമ്മയാണ്. എന്റെ ബാപ്പ പള്ളിക്കാട്ടിലാണ്, എന്റെ ഉമ്മയാണത്. അൽഹംദുലില്ലാഹ്, എന്റെ പൊന്നുമ്മയെ 60 ദിവസമായി ഏറ്റി നടക്കാൻ തുടങ്ങിയിട്ട് ഖാലൽ ജലീലു ഖുദു യാ മലായികതി മുറു ബി അബ്ദി ഇലൽ നിറാനി അതിശാന. എന്റെ മലക്കുകളെ, ആ കാണുന്ന മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയണം. ദാഹിച്ച് പിടയുമ്പോ ഒരു തുള്ളി വെള്ളം ചോദിക്കുന്ന സമയത്ത് കൊടുത്തു പോകല്ല. വതറന്നാസ സുകാറാ വമാഹും ബിസുകാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. നബിയേ, തങ്ങൾക്ക് അവിടുത്തെ പാവപ്പെട്ട ഉമ്മത്തിനെ കാണാം. നബിയേ, സുകാറാ, അവരാകെ കള്ളുകുടിച്ച് മസ്തിച്ചവരെ പോലെ നാനാഭാഗത്തേക്കും ആടിക്കളിക്കുന്ന രൂപത്തിൽ കാണാം. നബിയേ, വമാഹും ബിസുകാറാ, അവർ കള്ളുകുടിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ മസ്താക്കി കളയുന്ന മറ്റു വസ്തുക്കൾ കടിച്ചത് കൊണ്ടുമല്ല. നേരെ മറിച്ച് വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ കഠിനമായ ആ അദാബങ്ങ് കാണുമ്പോൾ അവരാകെ കുടിയന്മാരെ പോലെ ആയിത്തീരും. നബിയേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. ഉമ്മ എന്ന് വിളിക്കുമ്പോ ഉമ്മ ഓടുന്ന സ്ഥലമുണ്ട്. മക്കളെ എന്ന് വിളിക്കുമ്പോ ആ പൊന്നുമക്കൾ ഉമ്മയെ വിട്ട് ബാപ്പയെ വിട്ട് ഓടുന്ന സ്ഥലം. ഓ പ്രിയപ്പെട്ട സ്വഹാബികൾക്ക് റസൂലുള്ളാഹ് വിവരിച്ചു കൊടുക്കുന്ന ചില രംഗങ്ങളുണ്ട്. മത്താഫിൽ വെച്ചുകൊണ്ട് ഈ കുട്ടി ചോദിക്കുന്നു, യാ ഇമാമൽ മുത്തഖീൻ, തങ്ങളെ, ഖാലൽ ജലീലു ഖുദു യാ മലായികതി മുറു ബി അബ്ദി ഇലൽ നിറാനി അതിശാന. എന്റെ മലക്കുകളെ, ഈ കാണുന്ന മനുഷ്യന് നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയണം. ദാഹിച്ചു പിടയുമ്പോ ഒരു തുള്ളി വെള്ളം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തു പോകരുത്. നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയണം, കാളിക്കത്തുന്ന ജഹന്നമിലേക്ക്. യാ ഇമാമൽ മുത്തഖീൻ, മലായികത്തി എന്നെ എങ്ങാനും നരകത്തിലേക്ക് വലിക്കുന്നത് കണ്ടാൽ തങ്ങളെ, എനിക്ക് അവിടെ വെച്ച് പറഞ്ഞുകൂടെ? എന്റെ ഉമ്മയെ 60 ദിവസം ഏറ്റി നടന്ന് ഒരു ഹജ്ജ് ചെയ്ത മകനാണ്. എന്റെ ഉമ്മാനെ നിലത്ത് വെക്കാതെ 60 ദിവസം ഏറ്റി നടന്ന് ഒരു ഹജ്ജ് ചെയ്യിപ്പിച്ച കുട്ടിയാണ്. എനിക്ക് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടുകൂടെ തങ്ങളെ? ലാ യാ ശബാബ്, ലാ യാ ശബാബ്. ഒരേ നീ 60 ദിവസമല്ല 60 കൊല്ലം നിന്റെ ഉമ്മയേറ്റി നടന്നാലും ഉമ്മാക്കൊരു നന്മ ചെയ്തു പറയാനാവില്ലടോ. ഞാൻ ആ ഉമ്മയെ ഉംറ ചെയ്യിപ്പിച്ചു, എന്നിട്ടും നന്ദിയില്ലാത്ത തള്ള എന്റെ അനുജ. ആ കാലമല്ലേ ഇത്?
ഞാൻ ആ തള്ളയെ ഹജ്ജ് ചെയ്യിപ്പിച്ചു, ആ തള്ളയെ ഉംറക്ക് കൊണ്ടുപോയി. എന്നിട്ടും നന്ദി കെട്ട തള്ള എന്റെ അനുജ 60 ദിവസം ഏറ്റി നടന്നാലും ഉമ്മാക്കൊരു നന്മ ചെയ്തു. ഒരേ 60 ദിവസമല്ല 60 കൊല്ലം ഏറ്റി നടന്നാലും നിന്റെ ഉമ്മാക്കൊരു നന്മ ചെയ്തു പറയാനാവില്ലടോ. കാരണം ഒരേ ഈ കത്ത്, മൂർച്ചയുള്ള കത്തുകൊണ്ട് നിന്റെ ശരീരത്തിലുള്ള 20ഓളം നരമ്പുകളെ വലിച്ചെടുത്താൽ നിന്റെ വേദന എത്രയാണ് കരളേ. മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് നിന്റെ നെഞ്ചത്തുള്ള മാറിടത്തിലുള്ള ആ വാരിയെല്ലുകൾ മുറിച്ചു മാറ്റിയാൽ നിന്റെ വേദന എത്രയാണ്. അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടാണ്, അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടാണ് മോനെ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോ 60 കൊല്ലം ഒരേ 20 നരമ്പുകൾ നിന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചാലുണ്ടാകുന്ന വേദനയെക്കാളും കടുപ്പമുള്ള വേദന നിനക്ക് വേണ്ടി നിന്റെ ഉമ്മ സഹിച്ചിട്ടുണ്ടോ? നീ 60 ദിവസമല്ല 60 കൊല്ലം നിന്റെ ഉമ്മ ഏറ്റി നടന്നാലും നിന്റെ ഉമ്മാക്കൊരു നന്മ ചെയ്തു പറയാൻ ഈ ലോകത്തൊരാൾക്കും സാധ്യമല്ല. മന്ദആലി അബവൈഹി ഫീ കുല്ലി യൗമിൽ 5 മർറാത്ത്. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ 5 പ്രാവശ്യം നിങ്ങളുടെ ഉമ്മാക്ക് ദുആ ചെയ്യാതെ ഒരു ദിവസവും ഉറങ്ങിപ്പോകരുത്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടുകാരെ, ഇത്രയും കനമുള്ള മുത്തുകൾ, ഇത്രയും കനമുള്ള മുത്തുകൾ നമ്മുടെ ഉമ്മയും ബാപ്പയും. പക്ഷേ ആ ഉമ്മ ഫർള് നിസ്കരിക്കുന്ന മക്കളെ വിളിച്ചാൽ ഉത്തരം കൊടുക്കാൻ പാടില്ല. റസൂലുള്ള വിളിച്ചാലോ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ മുസ്ലിമീങ്ങളെ, ഈ ഉപ്പാപ്പാരെ നെഞ്ചിലേറ്റണ്ടേ? മൂത്രത്തിൽ കിടക്കേണ്ട ഗതി വരുമോ? കുടുംബങ്ങൾക്ക് വെറുത്തുകൊണ്ട് മൂത്രത്തിൽ കിടക്കേണ്ട ഗതി വരുമോ? ആ ഉപ്പാപ്പ നമ്മുടെ കൽബിലുണ്ടെങ്കിൽ എങ്ങനെ മൂത്രത്തിൽ കിടക്കും? അവിടുത്തെ ഒരു സഹായം കിട്ടില്ലേ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഞാനുണ്ടോ? ഞാനുള്ള ഹൃദയമുള്ള ശരീരത്തെ അല്ലാഹു നരകത്തിലിടില്ല. ഖാല റസൂലുള്ളാഹി. മാഷാ അല്ലാഹ്, റസൂലുള്ള പറയുകയാണ്. സ്വഹാബികൾ എത്രയാ സന്തോഷം കൊണ്ട് കരയുന്നത്, സ്വഹാബത്ത് എത്രയാണ് നാട്ടുകാരെ സന്തോഷം കൊണ്ട് കരയുന്നത്. ഞാൻ ഉസ്താദുമാരെയും ഉമറാക്കൾ വിരുത്തി പറയുകയല്ലേ, മുത്തുനബി തങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞ വാചകങ്ങളാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നോട് സ്നേഹമുണ്ടോ? ഏതെങ്കിലും ഒരു മൂമിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഞാനുണ്ടോ? ഞാനുള്ള ശരീരത്തെ അല്ലാഹു നരകത്തിലിടില്ല. ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഇന്ന അദ്നാ അഹ്ലിന്നാരി യുതനഅലു ബിനഅലൈനി മിന്നാർ. ഒരു മനുഷ്യനെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നുവെങ്കിൽ ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷകളിൽ ഏറ്റവും ചെറുത് സ്വഹാബികളെ, തീക്കട്ടയാലുള്ള 2 ചെരുപ്പ് കൊടുക്കും. ആ ചെരുപ്പങ്ങ് ധരിക്കുമ്പോ തലച്ചോറ് കരിഞ്ഞു പോകും. എന്റെ അനുജന്മാരെ, ഈമാനുള്ള കുട്ടികളെ, അല്ലാഹു ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഇതിലും ചെറിയ ശിക്ഷയില്ല. ഏറ്റവും ചെറിയ ശിക്ഷ എന്റെ പെങ്ങളെ, നിങ്ങളുടെ സ്വർണം പണയം വെക്കാറില്ലേ? പണ്ടം പണയം വെക്കാറില്ലേ? അല്ലാഹുവിന്റെ റസൂലിന് എന്ത് വെറുപ്പാൻ, പടച്ച റബ്ബിന് എന്ത് വെറുപ്പാൻ. നിങ്ങൾക്ക് ആ കാരണമായി അല്ലാഹു
നരകത്തിലേക്കെങ്ങാനും വലിച്ചെറിയുന്നുവെങ്കിൽ ഏറ്റവും ചെറിയ ശിക്ഷ 2 ചെരുപ്പ് കൊടുക്കുന്നു, തലച്ചോറ് കരിക്കട്ട പോലെ കരിയും. സ്വഹാബികളെ, ലൗ അന്ന ദൽവൽ മിൻ വസാഖി ജഹന്നമ ثم ഉൽഖിയ ഫി ദുനിയാ ലഅൻതനൽ അർളാ. മദീന പള്ളിയുടെ പരിസരത്ത് കുല്ലമാനലിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും, നരകത്തിൽ കിടന്ന് ബന്ധരിയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നൊരു തുള്ളി വെള്ളമങ്ങാനും സ്വഹാബികളെ ഈ മദീനയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ പെടുകിയാൽ ലഅൻതനൽ അർളാ, ഭൂമിയിലാകെ അതിന്റെ ദുർഗന്ധം അടിച്ചു വീശും. അത്രയും ദുർഗന്ധമുള്ള നാറ്റത്തിന്റെ വെള്ളമാണ്. കുല്ലമാനദിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും, നരകത്തിൽ കടന്ന് ബന്ധറിയുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം. ആ നരകമാകുന്ന ആളിക്കത്തുന്ന ജഹന്നം, നാട്ടുകാരെ, ആഖിറു അഹ്ലിന്നാരി ഖുറൂജാ യഖ്റുജു മിനന്നാർ ബഅദ അൽഫി ആമിൻ റജുലുൻ വലൈതനി കുന്തു ദാലിക റജുലാ. ചില ആളുകളെ അല്ലാഹു 500 കൊല്ലം നരകത്തിലിട്ട് ചുട്ടുകരിക്കും. മറ്റു ചില ആളുകളെയോ അല്ലാഹു 1000 കൊല്ലം, 100 കൊല്ലം, 500 കൊല്ലം, 1000 കൊല്ലമൊക്കെ അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. സാധുക്കളാണ് നമ്മൾ. ഇത് റസൂലുള്ള പറഞ്ഞതാണ്, മുത്തുനബിയുടെ നാവിലൂടെ വന്ന ഹദീസുകളാണ്. അതെല്ലാം ലോകത്ത് നടക്കാൻ പോകുന്നു. യഖ്റുജു മിനന്നാർ ബഅദ അൽഫി ആമിൻ റജുലുൻ വലൈതനി കുന്തു ദാലിക റജുലാ. ചില ആളുകളെ അല്ലാഹു 1000 കൊല്ലം നരകത്തിലിട്ട് ചുട്ടുകരിക്കും. 1000 കൊല്ലത്തിന് ശേഷം പടച്ച റബ്ബവന്റെ കൃപ കൊണ്ട് ചില കുട്ടികളെ രക്ഷപ്പെടുത്തും നരകത്തിൽ നിന്ന്. ഒരു കുട്ടി പറഞ്ഞു പോകും, 1000 കൊല്ലമല്ലേ കരിയുന്നതും ജീവിക്കുന്നതും, വീണ്ടും കരിക്കട്ടയാകുന്നു, ജീവിക്കുന്നു. അല്ലാഹു ഹയാത്ത് കൊടുക്കുന്നു, വീണ്ടും കരിക്കട്ടയാക്കുന്നു. 1000 കൊല്ലം ഇങ്ങനെ ജീവിച്ചു കരിഞ്ഞു. 1000 കൊല്ലത്തിന് ശേഷം ആ കുട്ടിയെ അല്ലാഹു ഹയാത്താക്കിയപ്പോൾ അൻത അർഹമുർ റഹീമീൻ, പടച്ചവനെ, എന്റെ റബ്ബ് ഇനി എന്നൊരിക്കലും കരിക്കുകയില്ല. ആ സമയത്താണ് ചെറുപ്പക്കാരെ ഈ പാവപ്പെട്ട മനുഷ്യന്റെ 2 കാലതാ വീണ്ടും ഉണങ്ങിയ വിറകിൽ മണ്ണെണ്ണൊടിച്ച് തീ പിടിപ്പിച്ചാൽ എങ്ങനെയാ കരിയുന്നത്, എങ്ങനെയാണ് കത്തുന്നത് എന്നതുപോലെ 2 കാലുകളങ്ങ് കത്താൻ തുടങ്ങിയപ്പോൾ 1000 കൊല്ലത്തിന് ശേഷമാണ് 2 കാലുകൾ വീണ്ടും കത്തുന്നത്. യാ ഫത്താ അൻത അർഹമു. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്, മഹ്ള് ഫദ്ല് കൊണ്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ പോകുമ്പോ യഖ്റുജു മിനന്നാർ ബഅദ അൽഫി ആമിൻ റജുലുൻ വലൈതനി കുന്തു ദാലിക റജുലാ. ആ മനുഷ്യന്റെ തൊട്ടടുത്ത് കിടക്കുന്ന അതുപോലെ 1000 കൊല്ലത്തോളം നരകത്തിൽ കിടന്ന് ബന്ധറിയുന്ന രണ്ടാമത്തവൾ പറയുന്നു, യാ റബ്ബൽ ആലമീൻ, യാ റബ്ബൽ ആലമീൻ, പടച്ചവനെ, നിന്നോട് വെറുത്തിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്റെ മുത്തുനബിയോട് വെറുത്തുകൊണ്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല റഹ്മാനേ. നിന്റെ മുത്തുനബിയോട് വെറുത്തുകൊണ്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല.
പടച്ചവരെ, നിന്റെ ദീനാകുന്ന ഇസ്ലാമാകുന്ന ആ സുന്ദര മതത്തിൽ ഒരു മെമ്പറായല്ലോ ഞാൻ. ആ ദീനിനോട് വെറുത്തിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല. ശൈത്താൻ എന്നെ പിടപ്പിച്ചതാൻ, ഇബ്ലീസ് എന്നെ പിടപ്പിച്ചതാൻ, ശൈത്താൻ എന്നെ പിടപ്പിച്ചു. ഞാനത് കാരണമായി ഞാൻ കുറെ തെറ്റുകൾ ചെയ്തു. പടച്ചവരെ, യാ അർഹമർ റഹീമീൻ, ലാ തുഅദ്ദിബനി ബികസറത്തി ദുനൂബി അൻത ഖാദിറുൻ അലാ അൻ തർഹമനി. അർഹമർ റഹീമിനെ, നിന്നോട് വെറുത്തിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ കൂടെ 1000 കൊല്ലം കിടന്നവരെ നീ സ്വർഗത്തിലേക്ക് വിട്ടല്ലോ. എന്നെയും കൂടെ നീ സ്വർഗത്തിലേക്ക് അങ്ങ് വിട്ടാൽ നിന്റെ ഖജനാവിൽ വല്ലതും കുറയുമോ? നീ എന്നെ നരകത്തിരിട്ട് വീണ്ടും പൊരിക്കുന്നത് കൊണ്ട് നിനക്കെന്ത് കിട്ടാനാണ് അല്ലാഹ്? ഈ പാവപ്പെട്ട അടിമയെ നരകത്തിരിട്ട് പൊരിക്കുന്നത് കൊണ്ട് നിനക്കെന്താണ് കിട്ടാനുള്ളത്? അല്ല, നീ എന്നെ സ്വർഗത്തിലേക്ക് അങ്ങ് പറഞ്ഞേക്കുന്നത് കൊണ്ട് നിനക്കെന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത്? ലാ തുഅദ്ദിബനി ബികസറത്തി ദുനൂബി അൻത ഖാദിറുൻ അലാ അൻ തർഹമനി. ഈ പാവപ്പെട്ട എന്നെയും കൂടെ സ്വർഗത്തിലേക്കൊന്ന് ആഖിറു അഹ്ലിൻ നാരി ഖുറൂജാ. റസൂലുള്ള 10,000 സ്വഹാബികൾക്ക് നസീഹത്ത് കൊടുക്കുന്നു. സ്വഹാബികളെ, നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനമായി രക്ഷപ്പെടുന്നത് ഈ കുട്ടിയാണ്. സ്വഹാബികളെ, ആ മനുഷ്യനങ്ങ് പറയുമ്പോൾ എന്നെയും കൂടെ സ്വർഗത്തിലേക്ക് അല്ലാഹു പറഞ്ഞു, മലക്കുകളെ, എന്റെ ആ അടിമയും കൂടെ അങ്ങ് കൊണ്ടുപോയിക്കോളൂ സ്വർഗത്തിലേക്ക്. ഇനിയൊരാള് സ്വർഗത്തിൽ കിടക്കാനില്ല. അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്നവനാണ് ഈ കുട്ടി. ആഖിറു അഹ്ലിൻ നാരി ഖുറൂജാ വ ആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂലാ. സ്വർഗത്തിൽ ഏറ്റവും അവസാനം കിടക്കുന്നതും ഈ കുട്ടിയാണ്. സ്വഹാബത്തെ, ആ മനുഷ്യന് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന ആ മനുഷ്യന് ലഭിക്കുന്ന റഹ്മത്ത് കേൾക്കണോ? ലഹുദ്ദുനിയാ വഅശ്റതു അംസാലിഹാ. ലഹുദ്ദുനിയാ വഅശ്റതു അംസാലിഹാ. ആ സ്വർഗത്തിൽ ഈ ദുനിയാവും ദുനിയാവിലെ 10 ഇരട്ടി അനുഗ്രഹങ്ങളും അവസാനം കിടക്കുന്ന ഈ കുട്ടിക്ക് അല്ലാഹു കൊടുക്കും. ഖാല റസൂലുള്ളാഹി, ആ കുട്ടിക്ക് സ്വർഗത്തിലെ പവറ് കേൾക്കണോ? 70,000 മലക്കുകളാണ് ആ കുട്ടിക്ക് അല്ലാഹു ഖാദിമീങ്ങളാക്കി കൊടുക്കുക. മുഹമ്മദ് മുസ്തഫ. മുസ്ലിമീങ്ങളെ, ഏറ്റവും അവസാനമായി എന്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, ഏറ്റവും അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്ന ആ മനുഷ്യന് 70,000 മലക്കുകളെയാണ് അല്ലാഹു ഖാദിമീങ്ങളാക്കി കൊടുക്കുക എന്ന് റസൂലുള്ള വിവരിച്ചു കൊടുക്കുമ്പോ അവിടുന്ന് ഹനീഅൻ ലിൽ ജന്ന, സ്വർഗം ഇതാ എന്റെ കണ്ണിൽ കാണുന്നു. യാ ഹബ്ബദൽ ജന്നതു വഖ്തിറാബുഹാ ത്വയ്യിബത്തുൻ ബാദിദത്തുൻ ശറാബുഹാ. ആ സ്വർഗത്തിൽ എന്നെനിക്ക് കിടക്കാൻ കഴിയും എന്തൊരാവേശത്തോടെ സ്വഹാബത്ത് ആവേശഭരിതരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് നിൽക്കുന്നുവെങ്കിൽ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാക്കത് ലിപ്പടം തിന്നാനും പണമില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ല വെപ്പെടും അതിനോട് അതിലേക്ക് നീ ഒരു പസുത്താ മന്നാനെ അത് നിന്റെ വക്കൽ മാത്രമാ ഹന്നാനെ. ആ സ്വർഗീയ ലോകത്ത് സാധുക്കളായ നമുക്ക് ആ സ്വർഗീയ ലോകമൊന്ന് കണ്ടാസ്വദിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഏറ്റവും അവസാനമായി കിടക്കുന്ന മനുഷ്യന് സ്വർഗത്തിലെ അവസ്ഥകൾ റസൂലുള്ള വിവരിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ നബിത്തങ്ങളാണ് പറയുന്നത്, മഖ്തലത ഹുബ്ബി
ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഞാനുണ്ടോ, ഞാനുള്ള ഹൃദയമുള്ള ശരീരത്തെ അല്ലാഹു നരകത്തിലിടില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിത്തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല അവിടത്തോട് മഹബ്ബത്ത് ഏറ്റി തെരുമാറാവട്ടെ. ആ നബിത്തങ്ങളെ നെഞ്ചിലേറ്റാൻ കഴിഞ്ഞാൽ ദുനിയാവിലുള്ള കൊടുക്കൂല, പള്ളിക്കാട്ടിലോട്ട് കൊടുങ്ങൂല്ല. റസൂൽ നമ്മുടെ കൽബിലുണ്ടെങ്കിൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവർക്ക് ആമീൻ പറഞ്ഞോളൂ. ഇപ്പൊ നിങ്ങളും കുടുങ്ങിയ ഞാനും കുടുങ്ങിയ. 9:30 മണിക്ക് എന്നോട് എന്താണ് ഈ കുട്ടികൾ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല തങ്ങളാപ്പേടി എനിക്കറിയാം, എനിക്കൊരു തുള്ളി ചായ ഒക്കെ കുടിച്ചിട്ട് പറ്റൂല എന്ന് വിട്ട. എന്നിട്ട് ഞാനാണെങ്കിൽ ബാല് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട ബാല് അത്രയും പറയും. ഒരു ക്ഷീണം ഇല്ലാത്ത ആളാണ്. വിറ്റ തരണ്ട ഭക്ഷണം ഞാൻ പറഞ്ഞു വിറ്റങ്ങളോട്. എന്നിട്ട് ഞാൻ 2 മണിക്കൂർ 2:30 ബാല് പറഞ്ഞോളെ സമ്മതിക്കേണ്ട വിറ്റങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞു 9:29 നിർത്തരുത്. ഇപ്പൊ എയ്ത്ത നിൽക്കാൻ നിർത്തരുതിട്ടാ. ഇപ്പൊ വല്ലാത്ത അടങ്ങാറ് തന്നെയാണ്. പിന്നെ തങ്ങളാപ്പ വരികയെന്നുള്ളത് കൃത്യ ടൈമാണ്. 10 മണിക്ക് 10:30 തങ്ങളാപ്പ ട്രെയിനിൽ പോകാണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ ബാല് പറഞ്ഞോളാ. ഞാൻ പറഞ്ഞു പറ്റി സമ്മതിച്ചില്ലാന്ന്. ഇപ്പൊ ഇവര് നീട്ടി പറയാം. മാത്രമല്ല ഇങ്ങനൊക്കെ ആകുമ്പോ ഒരു വിഷയം വെച്ച് സംസാരിക്കൊണ്ട് പറ്റൂല. ഇതിപ്പോ നിങ്ങളൊക്കെ നോട്ടം ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ട എല്ലാവരും അങ്ങോട്ട് നോക്കണം. അപ്പൊ ഞാനും അതൊരു പൊറുതിയോടുള്ള ബാല ഞാനും പറഞ്ഞു. ഇപ്പൊ നിങ്ങളിപ്പോ എന്താ ചെയ്യാ? നിങ്ങളും ഞാനും ഇങ്ങനെ ആകുമ്പോ ഒരു കാറിന് ഒരു ലൈറ്റ് കാണുമ്പോഴേക്കും നിങ്ങളെ നോട്ടം അങ്ങോട്ടാ. ഇതായത് സ്ഥിതി എനിക്കറിയാം. അപ്പൊ ഒന്ന് ഒതുക്കി സംസാരിക്കാൻ നമുക്ക് കഴിയൂല. അപ്പൊ ഏതാലാവട്ടെ, ഇനി ഞാൻ തെഞ്ഞു മറ്റുള്ളവർ പറയും. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കെ ചൊല്ലിക്കൊള്ളു നാട്ടുകാരെ, മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹിനെ അത് തർക്കല്ല മുസ്ലിമീങ്ങളെ. നബിത്തങ്ങളെ മനസ്സിലുണ്ടായി കഴിഞ്ഞ് ഇറക്കി വെച്ച സമാധാനാണ്. എല്ലാ സ്ഥലത്തും റാഹത്ത് കിട്ടും. അള്ളാഹ് കൊടുക്കൂല. മൂത്രത്തിലിട്ടിട്ട് അള്ളാഹ് നമ്മളിങ്ങനെ പിടപ്പിക്കൂല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഇതൊരു സത്യമാണ്. അല്ലേ അല്ലേ ഈ ഭൗതിക ലോകത്ത് النفس تبكي على دنيا وقد علمت أن السلامة فيها ترك ما فيها. അതിന് സമയല്ലേ? മുസ്ലിമീങ്ങളോട് മഹത്തുക്കൾ ചോദിക്കാം. നിങ്ങളുടെ ശരീരമാണ് കരയുന്നത്. ഈ ഭൗതിക ലോകത്ത് ഒന്നിനും സമയല്ലേ? റസൂലുള്ളാഹി നിങ്ങളുടെ കൽബിൽ ഇറക്കി വെക്കാൻ സമയമില്ലേ? ശരീരം കരയാൻ തുടങ്ങുന്ന കാരണം അനുഭവിക്കാൻ പോകുന്ന പള്ളിക്കാട്ടിൽ പാമ്പുകളും തേളുകളും ഒന്ന് പൊത്തിവലിക്കുന്ന അവസ്ഥകൾ ഓർത്തുകൊണ്ട് നിങ്ങളുടെ ശരീരമാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർക്കണം, ദുനിയാവിങ്ങനെ പറയുന്നു സൂക്ഷിച്ചോളൂ, നിങ്ങളെ സൂക്ഷിച്ചോളൂ. ശരീരം നിങ്ങളുടെ ശരീരത്തെ പിടിക്കുന്ന ശൈത്താനെ നിങ്ങൾ സൂക്ഷിക്കണം. സൂക്ഷിച്ചോളൂ എന്നെ. ഒന്നിനും സമയല്ല. ഒന്നിനും സമയമില്ലാത്ത വിധത്തിലാണോ നിങ്ങൾ സൂക്ഷിക്കും? നല്ലതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിവരിച്ചു, ഈ ഭൗതിക ലോകം അത് അള്ളാഹുവിന്റെ ഖജനാവിൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ ജനാഹ ബഊല, ഒരു കൊതുകിന്റെ ചിറകിന്റെ സ്ഥാനമെങ്ങാനും അള്ളാഹു ഈ ലോകത്തിന്, ഈ പറമ്പിന്, ഈ വാർപ്പ് വീടുകൾക്ക് അള്ളാഹു കൊടുത്തിരുന്നുവെങ്കിൽ ഒരൊറ്റ മനുഷ്യന് പടച്ച റബ്ബിനെ നിഷേധിക്കുന്ന ധിക്കരിക്കുന്നവന് ഒരു തുള്ളി വെള്ളം കൊടുക്കൂല. ദുനിയാവിനുള്ള പുല്ലിന്റെ വില കൽപ്പിച്ചിട്ടില്ല. ഈ ഭൂമിക്ക് അല്ലാഹു ഒരു പുല്ലിന്റെ വില കൊടുത്തിട്ടില്ല. ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്ങാനും അള്ളാഹു ഈ ഭൂമിക്ക് കൊടുത്തിരുന്നുവെങ്കിൽ ഇവിടെ റബ്ബിനെ ധിക്കരിക്കുന്ന, അള്ളാഹു ഇല്ല എന്ന് വാദിക്കുന്ന ഒരു നിരീശ്വരവാദിക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കോ? ദുനിയാവിനുള്ള വില വെച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്ത് സമയമില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയമില്ല എങ്കിൽ നിങ്ങളുടെ ശരീരം തന്നെയാണ് കരയുന്നത്. അത് നിങ്ങൾ അറിയുന്നില്ല. ആത്മാവ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നില്ല. സൂക്ഷിക്കണം.
ഹദാരി ഹദാരി മിൻ ബത്ശി വഫത്കി. നോക്കൂ നാട്ടുകാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തിരക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നിസ്കരിക്കാം. അങ്ങനെ ചില ആളുകളൊക്കെ പറയും പിന്നെ പള്ളി തന്നെ പണി, പിന്നെ പള്ളി തന്നെ. ഇപ്പൊ ചില പുതിയ ബിസിനസ്സുകാർ ഇറങ്ങിയിട്ടുണ്ട്, ചില പുതിയ ബിസിനസ്സുകാർ. ഞാൻ ഇപ്പൊ അടുത്ത് ഒരു CD ഇറക്കിയിട്ടുണ്ട്, കച്ചവടക്കാരുടെ ചതിയും ബ്രോക്കർമാരുടെ വഞ്ചനയും. അടുത്ത് ഒരു 2 കൊല്ലം മുമ്പ് ഒരു CD ഇറക്കി, ഇപ്പൊ ഒരു CD ഇറക്കി, ബ്രോക്കർമാരുടെ വഞ്ചന. അതൊരു CD. അതിന് ഒരു സുഹൃത്ത് പറഞ്ഞ രംഗം ഞാൻ അതിൽ കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പറയാ, ഇപ്പൊ നാ ഒരുങ്ങട്ടെ, ഇപ്പൊ നല്ല ആ കട ഈ കട ആ ഓഫീസ് ഈ ഓഫീസ് എന്തൊക്കെയാ അവൻ പറയണറിയാ. അങ്ങനെ പറയാ 2-3 കട കൊടുത്തിട്ടുണ്ട്. തിരക്കോട്ട് തിരക്ക്. എന്നിട്ട് അവൻ പറയാ, ഒരു 4-5 കട ഈ കഴിഞ്ഞ് സ്വത്തായ പിന്നെ ഞാൻ പള്ളിയിൽ നിന്ന് നീക്കൂല. പിന്നെ ജോലിക്കാരൊക്കെ അവിടെ, ഞാൻ പള്ളിയില് അന്ന് പള്ളിക്കാട്ടിലേക്ക് ഇറങ്ങിയെന്നു. അവര് പറഞ്ഞപ്പോ അവനോട് അപ്പ കൊടുത്തു, നീ പള്ളിക്കാട്ട് കിടക്കേണ്ടിയിരുന്നു. പള്ളിക്കാട്ട് കിടക്കുന്നവരുടെ സമാധാനം കിട്ടുമെന്ന് ആലോചിച്ചു നോക്കി. പള്ളിക്കാട്ട് കിടക്കുന്നത് ഒഴിവില്ല, തിരക്കാട്. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിൽ പോയിരിക്കും. ഇന്ന് ഒരു 80 വയസ്സുള്ള മനുഷ്യനെ ഒരു 95 വയസ്സുള്ള ആളാവട്ടെ, ആ മനുഷ്യനെ ഒരു 100 ഉറുപ്പ്യ കൊടുത്താൽ തീരെ വയ്യ. ഒരു ക്യാൻസർ രോഗിയാണ്, ഇന്ന് നാളെ മരിക്കുന്നതിന് കിടക്കുക. 100 ഉറുപ്പ്യം കൊടുത്താ പത്തബസമ ചിരിക്കും. മനുഷ്യപ്രകൃതിയാ. എന്തിനാ വല്യപ്പ അങ്ങക്ക് പൈസ, നിങ്ങൾ നാളെ മരിക്കൂല, പോടാ അവിടുന്ന്, എന്നെ മരിപ്പിക്കാൻ നമുക്ക് അപ്പ പറയൂലെന്ന്. ഇതാ മനുഷ്യന്റെ പ്രകൃതി. അപ്പൊ ഇതൊക്കെ തികഞ്ഞിട്ട് എന്നാണ് സ്വത്തായിട്ടിരിക്കുക? ഒരു കാര്യം, ഈ ജീവിതത്തിന്റെ ഇടയിൽ വെച്ച് നമുക്കൊരു മൽജ ഉണ്ടാക്കണം, ഒരു അത്താണി ഉണ്ടാക്കണം. ആ അത്താണി ഉണ്ടാക്കിയോ അൽഹംദുലില്ലാഹ്, അതൊക്കെ സന്തോഷാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വഹാബത്തിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ സ്വഹാബികളെ, നോക്കൂ നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ്. ഉറക്കെ ചൊല്ലിക്കൊള്ളി നാട്ടുകാരെ, അബൂബക്കർ സിദ്ദീഖ്. നിങ്ങൾക്ക് ഉറക്കൊന്നും വന്നിട്ടില്ലല്ല, ഞാൻ വീണ്ടും തുടങ്ങുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കൂലേ? നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ പിന്നെ, നമ്മളത് ദീനല്ലത് വലിയൊരു ഇബാദത്താണ്. പക്ഷെ നിങ്ങളെ ശ്രദ്ധ പോകുമ്പോ എന്റെ ശ്രദ്ധ പോവുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളി. നമുക്ക് വീണ്ടും തുടങ്ങാം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുന്ന രംഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയുടെ ചാരത്ത് വന്ന് നിൽക്കുന്നു. റസൂലുള്ളാഹ് മദീന പള്ളിയുടെ ചാരത്ത് വന്ന് നിൽക്കുമ്പോ പള്ളിയുടെ അകത്തേക്ക് പോകുന്നില്ല, വടിയിൽ തന്നെ നിൽക്കുന്നു. യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ ഈ ഭാഗത്ത് ചൂടും മറ്റുമൊക്കെ സഹിച്ചു നിൽക്കുന്നത്? പള്ളിയല്ലേ ആ കാണുന്നത്? എന്റെ സിദ്ദീഖേ, എന്റെ വുളൂ നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്റെ വുളൂ ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനതുകൊണ്ട് തഹയ്യുറായി നിൽക്കുകയാണ്. യാ റസൂലല്ലാഹ്, ആ കാണുന്നത് വെള്ളമല്ലയോ നബിയേ? 2 കാലെടുത്ത് വെക്കുന്നത് വെള്ളത്തിന്റെ ഹൗലിന്റെ അരികിലേക്കല്ലയോ? കൂട്ടുകാരെ, എന്റെ ചെറുപ്പക്കാരെ, വിശ്രമമില്ലാതെ രാവും പകലും ഭാര്യയുമൊത്ത് കിടക്കാനും ഉമ്മയുമൊത്ത് സന്തോഷിക്കാനും സമയം കിട്ടാതെ രാവും പകലുമില്ലാതെ ഓട്ടത്തിലായി നടക്കുന്ന എന്റെ അനുജാ, റസൂലുള്ളാഹ് പറയുന്നു, സിദ്ദീഖേ, ഞാൻ എന്റെ 2 കാലെടുത്തു വെക്കല് പോയി, 1 കാലങ്ങോട്ടെടുത്തു വെക്കുമെന്ന് പറയാൻ എനിക്ക് വല്ല ഉറപ്പുമുണ്ടോ? ഇൻഷാ അല്ലാഹ് ഞാൻ ആ വെള്ളത്തിന്റെ അരികിൽ എത്തിയാൽ വെള്ളം കൊണ്ട് വുളു എടുക്കാം. എത്തുമെന്ന പ്രതീക്ഷ എനിക്കില്ല. ഞാനത് ഓർത്തുകൊണ്ടാണ് പറയുന്നത്. യാ റസൂലല്ലാഹ്, 2ാമത്തെ കാലെടുത്തു വെക്കുമ്പോഴേക്കും മരിക്കോ ഇല്ലേ എന്ന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ സാധുക്കളായ ഞങ്ങളുടെ അവസ്ഥ എന്താണ് നബിയേ?
സിദ്ദീഖ് തങ്ങളാണ് കരയുന്നത്. ഞാനും നിങ്ങളും എത്ര അടുത്താണ്, അതിനേക്കാളും അടുത്താണ് റസൂലുള്ളയും ഉളെടുക്കാനുള്ള സൗകര്യമുള്ള സ്ഥലവുമുള്ളത് എന്നിരിക്കെ നബി തങ്ങൾ പറയുന്നത്, രണ്ടാമത്തെ കാലെടുത്ത് വെക്കല് പോയി ഒരു കാലങ്ങോട്ടെടുത്ത് വെക്കുമ്പോഴേക്കും എന്റെ റൂഹ് പിടിച്ചാലോ, ഞാനങ്ങ് മരണപ്പെട്ടാലോ. ഖാല റസൂലുള്ളാഹി, ഈ മുത്തുനബിയുടെ മക്കളല്ലേ പിതാക്കളെ, നമ്മൾ സമയം കുറച്ച് കാണേണ്ടത് നമ്മുടെ കടമയല്ലേ? നമുക്ക് ബോധമുണ്ടാക്കണ്ടേ ആ വിഷയത്തിൽ? ഞാൻ ഒന്നും കൂടെ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ചെന്നോ, ആ പള്ളിയിൽ നിന്ന് തിരിക്കുകയാണ്, ഇറങ്ങുകയാണ്. ഒരു കുട്ടി മണ്ണിൽ കളിക്കുന്ന കാഴ്ച, മണ്ണ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ചരക്കല്ലുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച റസൂലുള്ള കാണുന്നു. ആ സമയത്താണ് കാരുണ്യത്തിന്റെ മുത്തു ചോദിക്കുന്ന മാരെ മൻ അന്ത, ഒരു കുട്ടി മണ്ണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ആ പാവപ്പെട്ട കുഞ്ഞി എഴുന്നേറ്റ് നിന്നുകൊണ്ട്, നബിയെ ഞാൻ ആരാണെന്ന് മനസ്സിലായോ തങ്ങളെ? ഞാൻ ഉമറുൽ ഫാറൂഖിന്റെ മകനാണ്, ഉമറുൽ ഫാറൂഖിന്റെ മോനാണ് ഞാനും എന്റെ ഉമ്മയും അല്പം മണ്ണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇന്നലെ ശക്തിയായ കാറ്റിലും മഴയിലും പെട്ട് ഞങ്ങളുടെ വീട് ഒരു ഭാഗത്തേക്ക് ചാഞ്ഞുപോയി നബിയേ, ഞങ്ങളുടെ വീടൊരു ഭാഗത്തേക്ക് ചാഞ്ഞുപോയി നബിയേ. എന്റെ ഉപ്പ ഇന്ന് വീട്ടിലേക്ക് വരുമ്പോൾ എന്റെ ഉപ്പാക്ക് കിടക്കാനും ഇരിക്കാനും വീട്ടിൽ സ്ഥലമില്ല നബിയേ. ഞാനും എന്റെ ഉമ്മയും അല്പം മണ്ണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള രണ്ട് തൂണുകൾ ഒന്ന് തടുത്തു നിർത്താൻ വേണ്ടി മണ്ണ് കൂട്ടി ഒരുമിപ്പിക്കുന്നു നബിയേ. ഒരേ അബ്ദുല്ലാ തുസ്ലിഹു ബൈതക ഖശിയത അയ്യൻ ഹദീമ ഖബില അൻതുമാ, തുസ്ലിഹു ബൈതക, ഞങ്ങളുടെ വീട് നന്നാക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? ഖശിയത അയ്യൻ ഹദീമ ഖബില അൻതുമാ, ഒരേ നീ മരിക്കുന്നതിന് മുമ്പ് ആ വീട് പറ്റ പൊളിഞ്ഞു വീടുമോ? ഇത് പേടിച്ചിട്ടല്ലേ മണ്ണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? നീയും നിന്റെ ഉമ്മയും മണ്ണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓ അബ്ദുല്ലാ, ഈ കൂട്ടിയ മണ്ണുമായി ആ കാണുന്ന വീടിന്റെ അരികിലേക്ക് എത്തുമെന്ന് പറയാൻ വല്ല ഉറപ്പുമുണ്ടോ? ആ വീടിന്റെ അരികിലേക്ക് എത്തുമ്പോഴേക്കും ഒരേ നീ മരിച്ചുപോയാലോ, നിന്റെ ഉമ്മ മരിച്ചുപോയാലോ, അതുകൊണ്ട് നിങ്ങളുടെ വീടാകുന്ന, നിങ്ങളുടെ വീടിനെ നന്നാക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ അമലാകുന്ന വീടിനെ നന്നാക്കലാണ്. മോനെ, വീട് നന്നാക്കിക്കോളൂ. കരളെ ഉമ്മയോട് ചെന്ന് പറയണം, ഉമ്മ റസൂലുള്ള പറഞ്ഞതാണെന്ന് പറയണം. ഈ കൂട്ടിയ മണ്ണുമായി നമ്മുടെ വീടിന്റെ അരികിലേക്ക് എത്തുമെന്ന് പറയാൻ വല്ല ഉറപ്പുമുണ്ടോ? റസൂലുള്ള ചോദിക്കാൻ പറഞ്ഞു. മാഷാ അല്ലാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ വാചകം കേട്ടുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഭാര്യതാ കണ്ണീരൊടുക്കുന്നു. പടച്ചവരെ, എന്താണ് ഈ പറഞ്ഞത്? ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്നു, ഈ വിഷയം കേട്ടു അവിടുന്ന് കരയുന്നു. ഇത്രയും ഗ്യാരണ്ടിയില്ലാത്ത നമ്മളാണല്ലോ നീണ്ട ചിന്തകളുമായി നടക്കുന്നത്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ മകന് ഉപദേശം കൊടുത്തുവെങ്കിൽ നാളെ സുബ്ഹിക്ക് നാം ഇവിടെയുണ്ടോ പറയാൻ പറ്റില്ല എങ്കിൽ എന്തെല്ലാം മോഹങ്ങളാണ്, എന്തെല്ലാം ചിന്തകളാണ്. നാളെ പ്രഭാതം വിടരുമ്പോ പള്ളിക്കാട്ടിലേക്ക് നമ്മുടെ ശരീരം അങ്ങ് കൊണ്ടുപോകുന്നുവെങ്കിൽ എന്റെ അനുജന്മാരെ, ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണ് ഒന്ന് ഓർക്കറേ. ഈ സമയത്ത് ചിന്തിക്കലാണ് നല്ലത് എന്ന് മഹത്തുക്കൾ വിവരിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന പിതാക്കളോട് സമയം കാണണ്ടേ നാട്ടുകാരെ? ഒന്ന് ഇതിന് സമയം കാണണ്ടേ? അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇല്ല എങ്കിൽ ഇവിടെ വെച്ച് തന്നെ പടച്ച റബ്ബ് വല്ലാതെ പരീക്ഷിച്ചു കളയും. ഇവിടെ വെച്ച് തന്നെ അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെ വല്ലാതെ പരീക്ഷിക്കും. അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ.
എന്റെ പെങ്ങന്മാരെ, ഉമ്മമാരെ, ഞാൻ എന്റെ സഹോദരിമാരോടൊരു വാക്ക് പറയട്ടെ, നല്ലവരായ പെങ്ങളോട് പറയട്ടെ. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഒന്ന് ചൊല്ലൂ പെങ്ങളെ, നിങ്ങളുടെ സ്വർഗത്തിലെ മുത്താണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഈ വഅദ് ഞാൻ നിർത്തുമ്പോ എന്റെ പെങ്ങളോടൊരു വാക്ക് പറയുന്നു, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, മഹദിയായ ഫാത്തിമ അവിടുത്തെ സാധുവായ പാവപ്പെട്ട ഭർത്താവിനെ വിളിച്ച് ഒരു വാക്ക് പറഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾ? ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും നേതാവ് എന്റെ കരളായ ഫാത്തിമയാണ് എന്ന് റസൂലുള്ള പറഞ്ഞുവെങ്കിൽ ആ ഫാത്തിമയാണ് മരണത്തോടെടുക്കുന്നു. അവിടുന്ന് പറഞ്ഞൊരു വാചകം കേട്ടോ എന്റെ പെങ്ങളെ, മരണത്തോടെടുക്കുന്നു, പൊന്നുമക്കളെ മടിയിൽ വെച്ച് സമാധാനിപ്പിക്കുന്നു, നല്ല വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് സാന്ത്വനമേർപ്പെടുത്തുന്നു. ആ കുട്ടികളോട് എന്തൊക്കെ ഉപദേശങ്ങളാണ്! എന്റെ മക്കളെ, ഈ സാധുവായ പാവപ്പെട്ട ഉമ്മ മരിച്ചാൽ ഉപ്പാരെ നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങളുടെ ഉപ്പ പാവമാണ്, നിങ്ങളുടെ ഉപ്പ സാധുവാൻ, നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കരുത്. ഉപ്പാക്ക് മോളെ നിങ്ങൾ ഭക്ഷണമുണ്ടാക്കി കൊടുക്കണം, ഉമ്മയില്ലാത്തൊരു വിഷമം നിങ്ങൾ നൽകരുത്. സഹോദരിമാരെ, ഫാത്തിമ എന്ന നിങ്ങളുടെ നേതാവ് പറയുമ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പിന്നിലുണ്ട്. യാ ഫാത്തിമ, ഫാത്തിമ, എന്താണ് നിങ്ങൾ കുട്ടികളോട് പറയുന്നത്? എന്റെ ഭർത്താവേ, ഈ സാധുവായ പാവപ്പെട്ട ഞാൻ ലോകത്തോട് വിട പറയാൻ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ എടുത്ത് ലോകത്തോട് വിട പറയും. ആ സമയത്ത് എന്റെ മക്കള് നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി മക്കളോട് ഉപദേശിക്കുന്നു. നല്ല വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് കുട്ടികളോട് പറയുമ്പോ, യാ ഫാത്തിമ, ഹസൻ ഹുസൈൻ എന്ന മക്കളെയും എന്നെയും ഒക്കെ വിട്ടു നിങ്ങൾ പെട്ടെന്ന് പോകുന്നുവോ? ഫാത്തിമ പറഞ്ഞു, ഭർത്താവേ, എന്റെ ഉപ്പയുടെ മുഖം കാണണം, എന്റെ ഉമ്മയുടെ മുഖം കാണാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, പെങ്ങളെ, ഭർത്താവിനോട് പറഞ്ഞു, എന്റെ ഭർത്താവേ, എന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ആ മഹാൻ ചോദിച്ചു, ഫാത്തിമ, റസൂലുള്ളാന്റെ മകളാണ്, കരളാണ് നിങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഭർത്താവ് ജീവിതത്തിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്റെ മക്കൾ പിടഞ്ഞുകൊണ്ട് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എന്റെ മക്കൾ ഇങ്ങനെ പിടയുമ്പോ, ഓനെ ഹസനേ, ഉമ്മ എന്ന് വിളിക്കുന്നു. ആ കുട്ടി വന്ന് വയറ്റിലങ്ങനെ കൈവച്ചു. ഹുസൈൻ എന്ന എന്റെ മോനും വന്ന് കൈവച്ചു മടിയിൽ, അവിടുത്തെ വയറ്റിൽ കൈവച്ചു. രണ്ടാളും കരയുന്നു. ഞാൻ പറഞ്ഞു, മക്കളെ, ഞാനിപ്പോൾ ഭക്ഷണമുണ്ടാക്കി തരും. ആ രണ്ട് കുട്ടികൾ വരാന്തയിൽ പോയി കിടന്നു. എന്റെ മക്കളൊന്നും മിണ്ടുന്നില്ല. പിന്നീട് ഞാൻ നോക്കിപ്പോയി, എന്റെ കുട്ടികൾ എവിടെയാ? എന്റെ മുഖമങ്ങ് കണ്ടപ്പോൾ എന്റെ രണ്ട് മക്കളും ഉമ്മ എന്ന് വിളിച്ചു. ഞാൻ അടുത്തു ചെന്ന് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ വലിയുപ്പയായ റസൂലുള്ളാഹ് ഒരു ഗതിയുമില്ലാത്ത മനുഷ്യനിക്കാൻ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത്. ഒരു ഗതിയുമില്ലാത്ത മനുഷ്യനാണ് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത്. ഞാനത് പറഞ്ഞുപോയി. പിന്നെയാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, എന്റെ മുത്തായ ഭർത്താവായ നിങ്ങളെ. ഞാൻ എന്റെ മക്കളുടെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ടുള്ള കിടപ്പ് കണ്ടപ്പോ ഞാനങ്ങ് പറഞ്ഞുപോയി. പിന്നെ നിങ്ങൾ എന്റെ ഓർമ്മയിൽ വന്നു, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അലിയേ. ലാ അർളാലകി യാ ഫാത്തിമ, ഫാത്തിമ, ഞാനത് പൊരുത്തപ്പെട്ടു തരില്ല. നിങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഞാൻ എന്റെ കുടുംബത്തിനെ പോറ്റാൻ, എന്റെ കുടുംബത്തെ നോക്കാൻ ഞാൻ ജോലിക്ക് പോകുമ്പോ നിങ്ങളുടെ ബാപ്പ എന്നെ വിളിച്ചിട്ട്, ഓനെ അലിയേ, എന്റെ മോളായ ഫാത്തിമാനെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാം. ആ സമയത്ത് ഞാൻ അന്ന് പറഞ്ഞു, ഫാത്തിമ, 10 പൈസക്ക് ഗതിയില്ലാത്ത പാവപ്പെട്ടവനാണ് ഞാൻ. നിങ്ങളുടെ ഉപ്പയോട് പറഞ്ഞപ്പോ, കാശല്ല എന്റെ മരുമകനെ
ഞാൻ കാശുണ്ടോ ഇല്ലേ എന്നല്ല നോക്കുന്നത്. മോനെ അലിയേ, നിങ്ങളുടെ അവസ്ഥയാണ് പണമല്ല ഞാൻ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളെ കല്യാണം കഴിച്ചു തന്നതാണ്. എന്റെ മക്കളോടാണോ നിങ്ങൾ ആ വാക്ക് പറഞ്ഞത്? ലാ അർളാലകി യാ ഫാത്തിമ, ഫാത്തിമ ഞാൻ പൊരുത്തപ്പെട്ടു തരില്ല. സ്ത്രീകളെ, ഒരു രാത്രി മുഴുവനും ഉറക്കപിടിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ണീരൊടുക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ രാത്രിയുടെ പകുതി കഴിഞ്ഞു ഉറങ്ങി. മഹ്ദിയായ ഫാത്തിമ മെല്ലെ മെല്ലെ ഒന്നുകൊണ്ട് അലിയുടെ മടിയിൽ തലവെച്ചു കിടക്കുന്നു. ആ മഹ്ദി കരഞ്ഞു. അവിടുത്തെ കണ്ണിലൂടെ വെള്ളം ഒഴുകി. ഉണരുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് ഫാത്തിമാന്റെ കരച്ചിലാണ്. ആ ഫാത്തിമയുടെ കണ്ണീര് വടിച്ചു കൊടുത്ത റസൂലുള്ളാഹിന്റെ മകളല്ലേ എന്റെ ഫാത്തിമ. എന്തുണ്ടോ ഞാൻ പൊരുത്തപ്പെട്ടു തരാം, ഒരു വിഷയത്തിൽ എന്നെ സഹായിക്കുമോ? അവിടുന്ന് പറഞ്ഞു, ഭർത്താവേ, ഈ ശരീരം മുഴുവനും അങ്ങേക്കുള്ളതാണ്, കഴിയാത്തതെന്നോട് പറയരുത്, കഴിയുന്നതെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം. മഹാൻ ചോദിക്കുന്നു, ഫാത്തിമ, നിങ്ങളുടെ ഉപ്പയുടെ പേരെന്താണ്? ഫാത്തിമ, എന്റെ ഉപ്പയുടെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഫാത്തിമ, നിങ്ങളുടെ ഉമ്മാരാൻ? ബീവി ഖദീജ. അവിടുന്ന് ചോദിച്ചു, നിങ്ങളുടെ മക്കൾ? ഹസൻ, ഹുസൈൻ, മുഹ്സിൻ തുടങ്ങി 4-5 കുട്ടികളെ പേര് പറഞ്ഞു. മഹാനായ സ്ത്രീകളെ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ തേങ്ങി തേങ്ങി കരയുന്നു. എന്നിട്ട് ചോദിക്കുന്നു, തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട്, ഫാത്തിമ, നിങ്ങളുടെ ഭർത്താവ് ആരാണ്? ഫാത്തിമ, നിങ്ങളുടെ ഭർത്താവ് ആരാണെന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് മഹ്ദി പറയുന്നു, എന്റെ ഭർത്താവ് അബൂ ത്വാലിബിന്റെ മകനായ അലിയാകുന്നു. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെങ്ങനെ വിറച്ചിട്ട് പറഞ്ഞു, എന്റെ ഫാത്തിമ, നിങ്ങളും നിങ്ങളുടെ ഉമ്മയും ബാപ്പയും മക്കളുമൊക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അല്ലാഹുവിന്റെ മലായികത്ത് എന്നെ നരകത്തിലേക്ക് വലിക്കുന്നത് കണ്ടാൽ, ഈ പാവപ്പെട്ട സാധുവായ എന്നെ നരകത്തിലേക്ക് വലിക്കുന്നത് കണ്ടാൽ, ശഫീഇനി യാ ഫാത്തിമ, ശഫീഇനി യാ ഫാത്തിമ, ശഫീഇനി യാ ഫാത്തിമ, നിങ്ങൾ എനിക്കൊരു ചെറിയ ശഫാഅത്ത് ചെയ്യുമോ? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു. ഉടൻ ഫാത്തിമ പറഞ്ഞു, ഭർത്താവേ, 2 കാര്യത്തിൽ എന്നെ സഹായിച്ചാൽ എന്റെ ഉപ്പാന്റെ അരികിൽ വെച്ച് നിങ്ങളുടെ കൈ പിടിക്കാം, ഞാൻ എന്റെ ഉമ്മയുടെ അരികിൽ വെച്ച് കൈ പിടിക്കാം. ഫാത്തിമ, എന്താണ് ആ 2 കാര്യങ്ങൾ? ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? എന്റെ ഭർത്താവേ, ഞാൻ രാവിലെ മരിച്ചാലും വൈകുന്നേരം മരിച്ചാലും എന്നെ രാത്രി നിങ്ങൾ മറവ് ചെയ്യടേ. നിങ്ങൾ എന്നെ കുളിപ്പിച്ചാൽ എനിക്ക് സന്തോഷമാണ്, എന്നെ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത് എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ എന്നെ ഖബറിലേക്ക് എടുത്തു വെക്കണം, നിങ്ങൾ എന്നെ ഖബറിലേക്ക് എടുത്തു വെക്കണം. ആ സമയത്ത് പാവപ്പെട്ട എന്നെ രാത്രി നിങ്ങൾ മറവ് ചെയ്യടേ. ഫാത്തിമ, സുബ്ഹിക്ക് മരിച്ചാലും രാത്രി വരെ നീട്ടിവെക്കുകയോ അത് റസൂലുള്ളാഹി ഇഷ്ടപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുമോ? നമ്മുടെ ഉപ്പ ഇഷ്ടപ്പെടുന്ന കാര്യമാണോ? ബാപ്പ മരിച്ചിട്ട് മകൻ ഗൾഫിൽ നിന്ന് വരുന്നത് വരെ 2-3 ദിവസമൊക്കെ എന്റെ അനുജ, നിന്റെ പൊന്നുപ്പാനെ നീ ഖബറടക്കാതെ എടുത്തു വെക്കാൻ പറഞ്ഞില്ലേ? എന്തൊരു മോശത്തരമാണ് എന്റെ അനുജ ചെയ്തു പോയത്. നിന്റെ ഉപ്പാനെ ഖബറിൽ ചെന്ന് നിനക്ക് ദുആ ചെയ്തു കൊടുത്തുകൂടെ? എന്തിനാണ് പാവപ്പെട്ട ഉപ്പാനെ 2-3 ദിവസമൊക്കെ വെച്ചുപോയത്? പോകട്ടെ, ഞാൻ പറയുന്നത്, സാധുവായ പാവപ്പെട്ട മഹ്ദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചോദിക്കുന്നു, എന്റെ ഫാത്തിമ, രാവിലെ മരിച്ചാലും രാത്രി വരെ എടുത്തു വെക്കുകയോ? സ്ത്രീകളെ, ഫാത്തിമ എന്ന മഹദി പറഞ്ഞത്, എന്റെ ഭർത്താവേ, പകൽ സമയത്തെങ്ങാനും എന്നെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോ ആണ് മരിച്ചാലും പെണ്ണു മരിച്ചാലും പുരുഷന്മാരല്ലേ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത്? പുരുഷന്മാരാണല്ലോ ഖബറിലേക്ക് എടുത്തു വെക്കുക. എന്റെ ശരീരം അവര് കാണുമല്ലോ.
ഫാത്തിമ 3 തുണി കൊണ്ട് പൊതിഞ്ഞു കാണില്ലേ, കഫംപുടകളെ കൊണ്ട് പൊതിഞ്ഞു കാണില്ലേ? എന്നാലും എന്റെ ഭർത്താവേ, ഒരു പെണ്ണിന്റെ രൂപവും ഒരു പെണ്ണിന്റെ ഭാവവും ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ കനവും അത് കാണുമല്ലോ. എന്റെ ഉപ്പാക്കത് ഇഷ്ടമില്ല. പർദ്ദ ധരിച്ചിട്ട് തിക്കുള്ള പർദ്ദ ധരിച്ച് കുലുങ്ങി നടക്കുന്ന പെണ്ണേ, റസൂലുള്ള മാപ്പ് തരുമോ നിനക്ക്? നബിത്തങ്ങൾ മാപ്പ് തരുമോ? ഫാത്തിമ രണ്ടാമത്തെ കാര്യമേതാണ്? ഫാത്തിമ രണ്ടാമത്തെ കാര്യമേതാണ്? അവിടെന്ന് പറഞ്ഞു, എന്റെ ഭർത്താവേ, എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ യമനിലോ ഷാമിലോ ഉള്ള മയ്യിത്ത് കെട്ടിൽ മൂടിയുണ്ട്. മുകൾ ഭാഗം മറച്ചുകൊണ്ട് പോകാൻ പറ്റിയ മയ്യിത്ത് കെട്ടിലാൽ വാടക കൊടുക്കേണ്ടി വന്നാലും ആ മയ്യിത്ത് കെട്ടിൽ കൊണ്ടുവന്ന് അതിൽ എന്നെ കൊണ്ടുപോകുമോ? എന്റെ ഉമ്മാന്റെ അരികിൽ നിന്ന് ആ വാടക ഞാൻ വാങ്ങിത്തരാം. എന്നെ മൂടിയുള്ള മയ്യിത്ത് കെട്ടിൽ കൊണ്ടുപോകണം. ഫാത്തിമ, എന്തിനാണ് ജനാസ കൊണ്ടുപോകുമ്പോ മൂടിയുള്ള മയ്യിത്ത് കെട്ടിൽ കൊണ്ടുപോകുന്നത്? എന്റെ ഭർത്താവേ, എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ വല്ല മതിലിന്റെ മുകളിൽ ഇരിക്കുന്ന കുട്ടികൾ എന്റെ മയ്യിത്ത് കെട്ടിലേക്ക് നോക്കിയാൽ എന്റെ ശരീരത്തിന്റെ വണ്ണം അവർ കാണുമല്ലോ. എന്റെ മുത്തുനബിയാകുന്ന എന്റെ ഉപ്പത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് മൂടിയുള്ള മയ്യിത്ത് കെട്ടിൽ എന്നെ കൊണ്ടുപോകണേ. ബീവി ഫാത്തിമ, എന്റെ പെങ്ങളെ, ഞാൻ എന്റെ പെങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. കടുത്ത് വെളിവാക്കി, മാറിടം വെളിവാക്കി, മുടി വെളിവാക്കി നടക്കുന്ന എന്റെ അനുജത്തിയോട് പറയട്ടെ, ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹാ, ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹാ. സ്വർഗത്തിൽ കിടക്കല് പോയി, സ്വർഗത്തിന്റെ വക്കൊന്ന് കാണല് പോയി. അന്ധനാലെടുക്കുന്ന സമയത്ത്, ഖിയാമത്ത് നാലെടുക്കുന്ന സമയത്ത് മാറിടം വെളിവാക്കി, മുടി വെളിവാക്കി, കടുത്ത് വെളിവാക്കി, ഇടുക്കുള്ള പർദ്ദ ധരിച്ച് ഒരു പെണ്ണിന്റെ വണ്ണവും തുടിപ്പും വെളിവാക്കി നടക്കുന്ന എത്രയെത്ര പെൺകുട്ടികളാൽ പർദ്ദ ധരിച്ചിട്ടുണ്ട്. ആ പെണ്ണിന്റെ മാറിടം വെളിവാകുന്നു, ആ പെണ്ണിന്റെ മുൻഭാഗമൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. പർദ്ദയും മസ്തയും ധരിച്ചാലും പെണ്ണിന്റെ ശരീരം മറഞ്ഞിട്ടില്ല. ആ നിലക്ക് നടക്കുന്ന ധാരാളം പെൺകുട്ടികൾ പിന്നീട് വരാനുണ്ട്. ലാ യദ്ഖുൽനൽ ജന്ന, അവര് സ്വർഗത്തിൽ കിടക്കുകയില്ല. വലാ യജിദ്ന റീഹഹാ, സ്വർഗത്തിൽ കിടക്കല് പോയി, സ്വർഗത്തിന്റെ വക്കൊന്ന് കാണല് പോയി, സ്വർഗത്തിന്റെ വാസന പോലും ശ്വസിക്കാൻ അവർക്ക് സാധ്യമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവെങ്കിൽ, സഹോദരിമാരെ, കാലഘട്ടം വലീമസമാണ്, സൂക്ഷിച്ചാൽ നമുക്ക് നല്ലതെന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദിക്റ് ചൊല്ലി ദുആ ചെയ്യാൻ പോകുന്ന സദസ്സാൻ അഭിവന്ദരായ സയ്യിദ് അവറുകൾ അല്പസമയം കൊണ്ട് ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു പെങ്ങൾ, മതം മറികടക്കുന്ന മഹിളകൾ തൊട്ട് ഉമ്മ, നമ്മുടെ ഉമ്മ, അതുപോലെ മോളെ, നമ്മുടെ ഭർത്താവ് തുടങ്ങി നാടൻ ശൈലിയിൽ ഞാൻ എഴുതിയ ചില പുസ്തകങ്ങൾ, നാട്ടുഭാഷയിൽ എഴുതിയ 1-2 പുസ്തകങ്ങൾ, അത് പറ്റുമെങ്കിലൊക്കെ കിട്ടിയാൽ അത് വാങ്ങി വായിച്ചാൽ ഫലം ചെയ്യുമെന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ ഹൽക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. ഉസ്താദുമാര് നേതൃത്വം നൽകും. അഭിവന്ദരായ സയ്യിദ് അവറുകൾ ഈ സദസ്സിൽ വരും. നിങ്ങളൊക്കെ അകമൊടുങ്ങി നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ നമ്മെല്ലാവരെയും പെടുത്തിത്തരുമാറാവട്ടെ. ആഫത്തുകളിൽ നിന്ന്, പൈശാചിക ശർറുകളിൽ നിന്ന് അല്ലാഹു തആല നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്, നിരവധി ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അഭിവന്ദരായ സയ്യിദ് അവറുകൾ വന്നിട്ട് നമുക്ക് ദുആ ചെയ്തു തരുമെന്ന് ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ്. വന്ദരായ സയ്യിദ് അവറുകൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദി ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ തങ്ങൾ ഉസ്താദിനെ അല്ലാഹു തആല ബറക്കത്തും സിഹത്തും ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞുവല്ലോ, ചെറുപ്പക്കാരുടെ